രാധേ രാധേ. ഒരു ദിവസം രുക്മിണി ദേവി നോക്കിയപ്പോൾ കൃഷ്ണൻ പൂജാമുറിയിലിരുന്ന് പൂജിക്കുകയാണ്. അപ്പൊ രുക്മിണി ദേവിക്ക് അത്ഭുതമായി, ഇതെന്താണ് ഭഗവാൻ ഇരുന്ന് പൂജിക്കുന്നത്? എല്ലാ ആൾക്കാരും ഭഗവാനെ അല്ലേ പൂജിക്കുന്നത്? ഭഗവാൻ പൂജ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ദേവി ഇത് ഭഗവാനോട് ചോദിച്ചു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നീ കയറി നോക്കൂ. നോക്കിയപ്പോൾ കാണാം ഒരു മഞ്ഞ തുണിയില് കുറെ മണ്ണ്. അപ്പോൾ പറഞ്ഞു, അല്ല ഭഗവാൻ എന്താണ് ഈ മണ്ണിനെ പൂജിക്കുന്നത്? അപ്പൊ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രുക്മിണി, ഇത് സാധാരണ മണ്ണല്ല, എൻ്റെ ഭക്തന്മാരുടെ കാൽപ്പാടുകൾ പതിഞ്ഞ മണ്ണാണ്. ആ മണ്ണിനെയാണ് ഞാൻ പൂജിക്കുന്നത്. ദേവി അറിയുക, ഭക്തൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഭഗവാൻ നിലനിൽക്കുന്നത്. ഭഗവാൻ ഉള്ളത് കൊണ്ട് ഭക്തനും നിലനിൽക്കുന്നു. അപ്പോൾ ഭക്തന്മാരില്ലെങ്കിൽ ഞാനില്ല. അതുകൊണ്ടാണ് ഞാൻ അവരുടെ കാൽപ്പാടുകൾ പതിഞ്ഞ മണ്ണുകൾ എടുത്ത് പൂജിക്കുന്നത്. എത്രയോ സത്യമാണ് ഭഗവാന്റെ വാക്കുകൾ, അല്ലേ? കോവിഡ് വന്ന സമയത്ത് ഗുരുവായൂർ അമ്പലത്തിൽ ഭഗവാൻ മാത്രം തനിച്ച് മേൽശാന്തിയും, തന്നെ കാണാൻ വരാൻ ആരുമില്ല. ഭഗവാൻ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുകയാണ്. ആ കോവിഡ് ഉള്ള ദിവസങ്ങളിൽ എന്തായിരുന്നു ഗുരുവായൂർ അമ്പലത്തിന്റെ പ്രസക്തി? അവിടെ ഭഗവാൻ ഏകനായിരിക്കുകയാണ്. അപ്പൊ ഗുരുവായൂർ അമ്പലത്തിന് ഇത്രയും പ്രശസ്തി വരുന്നത് എന്തുകൊണ്ടാണ്? ഭക്തന്മാരെത്തുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ ഭക്തന്റെ കാൽപ്പാടുകൾ പതിഞ്ഞ മണ്ണുകളെ പൂജിച്ചത്.